എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ആപ്ലിക്കബിൾ ആണ്, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഓൾറൈറ്റ് ഗൈസ്, നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെന്നല്ലേ? എഡിറ്റിങ്ങിനായിക്കോട്ടെ, മ്യൂസിക് മിക്സിങ്ങിനായിക്കോട്ടെ, അല്ലെങ്കിൽ കോഡിങ്ങിനായിക്കോട്ടെ, ടൈപ്പിംഗ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ മൗസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, സ്പീഡ് കുറയും, സോ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. സോ എങ്ങനെ കീബോർഡ് യൂസ് ചെയ്യാം, എങ്ങനെ എഫിഷ്യൻ്റായിട്ട് വർക്ക് കീബോർഡ് വെച്ച് ചെയ്യാം. സോ കോമൺലി യൂസ് ചെയ്യുന്ന കീബോർഡാണ് ക്വാഡ്രാറ്റിക് കീബോർഡ്. ക്വാഡ്രാറ്റിക് കീബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോല് QWERTY ഉണ്ടാവും. സോ അതാണ് മോസ്റ്റ്ലി എല്ലായിടത്തും മൊബൈൽസ്, ടാബ്ലറ്റ്സ്, കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. പിന്നെ കീബോർഡ്സ് തന്നെ പല ടൈപ്പിൽ യൂസ് ചെയ്യാം. ബ്ലൂടൂത്ത് ഉണ്ട്, വയേർഡ് ഉണ്ട്. സോ ക്വാഡ്രാറ്റിക് കീബോർഡിൽ ആൽഫബറ്റ്സ് അറിയാലോ, അൺഓർഡേഡ് ആണ്. ഓർഡേഡ് ആയിട്ട് 2 അക്ഷരൻസേ ഉള്ളൂ, അത് ജെയും കെയും ആണ്. ജെയും കെയും മാത്രമാണ്. സോ ഇതാണ് ഒരു കീബോർഡ്. സോ ഇതെല്ലാം ആൽഫബറ്റ്സ് ആണ്. അടുത്തത് വരാൻ പോകുന്നത് നമ്പേഴ്സാണ്. നമ്പേഴ്സ് നമുക്കിവിടെ ടോപ്പിലുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. ഓക്കെ, നമുക്ക് ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ എസ്കേപ്പ് ബട്ടൺ, ടോപ്പിൽ എസ്കേപ്പ് ബട്ടൺ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ നിൽക്കുകയാണ്, നമുക്ക് പുറകോട്ട് പോകണം, അപ്പോൾ നമുക്ക് എസ്കേപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക് ബട്ടൺ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഇതാണ് എസ്കേപ്പ് എന്ന് പറയുന്നത്. പിന്നെ F1, F2, F3, F5 ഈ ഒരു ഇത് ഫങ്ഷൻ കീസ് എന്ന് പറയും. ഫങ്ഷൻ കീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫങ്ഷൻ കീയിലും ഓരോ ഫങ്ഷൻസ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ F3 എന്ന് പറയുന്നത് വോളിയം കുറയ്ക്കാൻ അല്ലെങ്കിൽ വോളിയം കൂട്ടാൻ. പക്ഷേ ഇതിന് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നോർമലി ആൾട്ട് ക്ലിക്ക് ചെയ്യണം. അതല്ല, നമുക്ക് ലാപ്ടോപ്സ് ആണെങ്കിൽ നമുക്ക് FN എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ കീ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫങ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡാറ്റയുടെ പ്രിൻ്റ് സ്ക്രീൻ, അതായത് സ്ക്രീൻഷോട്ട് എടുക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പണായി വരും. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അലൈൻ ചെയ്ത് നമുക്ക് ആ ഒരു സെക്ഷൻ മാത്രം ഇതുപോലെ കോപ്പി എടുക്കാൻ പറ്റും. ഈ സ്ക്രോൾ ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ എക്സൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു റോ സെലക്ട് ചെയ്തിട്ട് ആ റോ മാറാൻ പാടില്ല, പക്ഷേ ബാക്കിയെല്ലാം സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പോസ് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീഡിയ പോസ് ചെയ്യാനല്ല, പക്ഷേ ലൈക്ക് ഒരു എക്സലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം. ഇതിലാദ്യം കാണുന്നതെന്ന് പറയുന്നത് ടിൽറ്റ് ബട്ടണാണ്. ടിൽറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. അതൊരു ടൈപ്പിങ്ങിലും യൂസ് ചെയ്യും, പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യും, മോസ്റ്റ്ലി അതിലേക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള നമ്പേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്ന കീയുടെ സപ്പോർട്ടോട് കൂടി എക്സ്ക്ലമേഷൻ മാർക്കും @ 3 എല്ലാം ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഉള്ള നമ്പേഴ്സ് 0 വരെ. പിന്നെ ഈ പ്ലസും മൈനസും സെയിം ലൈക്ക് നംപാഡ് പോലെ തന്നെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും. സോ ടാബ് എന്ന് പറയുന്നത് നമുക്ക് 4 ലൈൻ സ്പേസ് വേണമെങ്കിലാണ് ടാബ്. സോ കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് ഈ ABCD എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എക്ക് മുമ്പ് നമുക്ക് ഒരു 4 ലൈൻ ഓഫ് സ്പേസ് ഇടണം എന്ന് വയ്ക്കാം, 4 ലൈൻ ഓഫ് സ്പേസ്. അപ്പോൾ അതിടാൻ വേണ്ടിയാണ് ടാബ് യൂസ് ചെയ്യുന്നത്. ഇനി ബ്രാക്കറ്റ്സ്, ഇത് കേർലി ബ്രാക്കറ്റ്സും ഇത് സ്ക്വയർ ബ്രാക്കറ്റ്സും ആണ്. ലൈക്ക് മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ വരുന്നത്. പിന്നെ ഇത് പൈപ്പ് ബട്ടൺ എന്ന് പറയും, നമുക്ക് ഓർ കണ്ടീഷൻ പോലെ കൊടുക്കാനുള്ള. അതായത് ലൈക്ക് യൂട്യൂബിലൊക്കെ ടൈറ്റിൽ കണ്ടിട്ടില്ലേ, അത് ഈ പൈപ്പ് ലൈൻ വെച്ചിട്ട് നമുക്ക് സെപ്പറേഷൻ ചെയ്യുന്നത്, 2 വേർഡ്സ് സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇൻസേർട്ട് ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ലെറ്റേഴ്സ് ABCD അടിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ D മാറ്റിയിട്ട് E ആക്കി ഇൻസേർട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് D മാറ്റി G ആക്കാൻ. സോ D റീപ്ലേസ് ചെയ്ത് G ആയതുണ്ടോ, അതിനാണ് ഇൻസേർട്ട് യൂസ് ചെയ്യുന്നത്.
ഇനി ഹോം യൂസ് ചെയ്യുന്ന ഒരു യൂസ് കേസ് എന്ന് പറയുന്നത് ജിയിലല്ല കഴ്സർ ഇരിക്കുന്നത്, അത് എയിലേക്ക് ആക്കണം എന്ന് വയ്ക്കുക. ഹോം പ്രസ് ചെയ്യുമ്പോൾ അത് നേരെ എയിലേക്കാവും. അതുപോലെ തന്നെ ഈ എൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് എൻഡ് ടെക്സ്റ്റിലേക്ക് പോകും, അതായത് ജിയിലേക്ക് പോകും. പേജ് അപ്പിൻ്റെയും പേജ് ഡൗണിൻ്റെയും ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഒരു പേജ് ഒരു ബ്ലോഗ് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുക. അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ ഉപയോഗിക്കാം. മൗസ് ഇല്ലാത്ത കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ബട്ടൺസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ഓൺ ലോക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്യായിരുന്നു, അപ്പോൾ സ്ക്രോൾ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഫയൽ സെലക്ട് ചെയ്യുക, ദെൻ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അത് ഡിലീറ്റ് ആയിക്കോളും. നമുക്ക് രണ്ട് കാര്യത്തിന് യൂസ് ചെയ്യാം. ഒന്ന്, നമുക്ക് ആപ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആരോ കീസ് വെച്ചിട്ട് ആപ്സ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ആപ്പ് എടുക്കണമെങ്കിൽ ചുമ്മാ എൻ്റർ ചെയ്യിക്കാൻ മതി, ആപ്പ് എടുക്കാം. പിന്നൊന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഒരു വേർഡ് കഴിഞ്ഞിട്ട് താഴേക്ക് പോകണമെങ്കിൽ, നെക്സ്റ്റ് ലൈനിലേക്ക് പോകണമെങ്കിൽ എൻ്റർ എടുക്കാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് കീ ആണ്. ഷിഫ്റ്റ് കീ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫങ്ഷനാലിറ്റി, ബാക്കിയുള്ള കീസിന് ഫങ്ഷനാലിറ്റി കൊടുക്കുക എന്നാണ് അതിനെ പറയുന്നത്. രണ്ട് സൈഡിലും ലെഫ്റ്റ് കീ ഉണ്ട്, അതെന്തിനാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഷിഫ്റ്റ് കീയുടെ ഒരു യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ എനിക്ക് വേർഡ് പാഡിൽ AB എന്ന് ടൈപ്പ് ചെയ്യണം. സോ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് A ക്യാപിറ്റലും ബാക്കി സ്മോൾ ലെറ്ററും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ക്യാപ്സ് ലോക്ക് പ്രസ് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ടൈമും ആൽഫബറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് വരുള്ളൂ. നമുക്ക് അങ്ങനെയല്ല വേണ്ട, A ക്യാപിറ്റലായിട്ട്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്, A മാത്രം ക്യാപിറ്റലൈസ്ഡ് ആക്കിയാൽ മതിയല്ലോ. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, പിന്നെ A പ്രസ് ചെയ്യുക. സോ A ക്യാപിറ്റലാവും. ഇനി B ടൈപ്പ് ചെയ്താൽ സ്മോൾ ലെറ്ററാവും. പിന്നെ ഇത് ആംഗിൾ ബ്രാക്കറ്റ്സ് എന്ന് പറയും. ഇതിൽ തന്നെ ഡോട്ട് ചൂസ് ചെയ്യാം, ആംഗിൾ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താലേ ഒരു കീ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു കീയുടെ കേസിൽ വെറുതെ ഈ കീ പ്രസ് ചെയ്താൽ ഡോട്ടേ വരുള്ളൂ. ഷിഫ്റ്റ് പ്ലസ് ഈ കീ പ്രസ് ചെയ്താലേ നമുക്കിവിടെ ഈ ആരോ ബ്രാക്കറ്റ്സ് വരുള്ളൂ. സെയിം വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വയ്ക്കാലേ ക്വസ്റ്റ്യൻ മാർക്ക് വരുള്ളൂ, ഇല്ലെങ്കിൽ ഇതൊരു ഫോർവേഡ് സ്ലാഷ് ആയിട്ട് എടുക്കും. താഴെ വരുന്നതായിരിക്കും വെറുതെയുള്ള ബട്ടൺ. ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിൾസ് ആയിരിക്കും മുകളിൽ വരുന്നത്. സോ ഇതെല്ലാം അങ്ങനെയാണ്. മുകളിൽ വരുന്ന എപ്പോഴും ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടത്, താഴെ വരുന്നതെല്ലാം വെറുതെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ വരുന്ന രണ്ട് കീസാണ് കൺട്രോളും ആൾട്ടും. മാക്കിൻടോഷിൻ്റെ കാര്യത്തിൽ ഈ കീസ് കൺട്രോളും ആൾട്ടും ഉണ്ടാവില്ല, പകരം കമാൻഡും കൺട്രോളും ആയിരിക്കും. സോ കൺട്രോളിൻ്റെ ഒരു യൂസ് കേസ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എയും ബിയും നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് വയ്ക്കാം. ജസ്റ്റ് കൺട്രോളും എയും പ്രസ് ചെയ്യുക. കൺട്രോൾ എയും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ AB എന്ന് വരും. പിന്നെ നമുക്കത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അവിടെ തന്നെ അത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ കൺട്രോൾ V ഞെക്കുക. സോ അതവിടെ തന്നെ പേസ്റ്റ് ആവും. സോ ഈ ഷിഫ്റ്റും കൺട്രോളും ഓൾട്ടും എല്ലാം നമുക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കീക്ക് സപ്പോർട്ടിങ്ങിന് വേണ്ടി സപ്പോർട്ടിങ് കീസായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്കത് ചെക്ക് ചെയ്യണമെന്ന്, ഇപ്പോൾ നമുക്ക് എന്തിനാണ് രണ്ട് കീ ഷിഫ്റ്റ്സും രണ്ട് ആൾട്ടും അല്ലെങ്കിൽ രണ്ട് കൺട്രോളും എന്ന് അറിയണമെങ്കിൽ, നമുക്ക് ഫസ്റ്റ് കീബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയണം. സോ കീബോർഡിൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗർ എപ്പോഴും Fലായിരിക്കണം. അതുപോലെ റൈറ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ എപ്പോഴും Jയിലായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കീബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സ്ക്രീനിൽ നോക്കിയിട്ട് ടൈപ്പ് ചെയ്യാവൂ, കീബോർഡിൽ നോക്കി ടൈപ്പ് ചെയ്യരുത്. സെയിം ലൈക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയർ നോക്കാതെ അല്ലേ നമ്മൾ ഗിയർ ഇടുന്നത്, അതുപോലെ തന്നെ അതിന് മസിൽ മെമ്മറി സപ്പോർട്ട് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയണ്ടേ നമ്മുടെ രണ്ട് ഇൻഡെക്സ് ഫിംഗർ എവിടെ പ്ലേസ് ചെയ്തേണെന്ന്. അതിനുവേണ്ടി കീബോർഡ്സിൽ എല്ലായിടത്തും ഇതുപോലൊരു ഹമ്പ് ഉണ്ടാവും. Jയിലൊരു ഹമ്പ് ഉണ്ടാവും, Fലൊരു ഹമ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കും. റൈറ്റ് ഹാൻഡിലെ മിഡിൽ ഇൻഡെക്സ് ഫിംഗർ, ലെഫ്റ്റ് ഹാൻഡിലെ ഇൻഡെക്സ് ഫിംഗർ എപ്പോഴും പ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ കൈയിലേക്കും ഇങ്ങനെ ആക്സസ് ചെയ്യാം. വിത്ത് ഈ 4 കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ
ഇങ്ങനെ നമ്മൾ റോ വൈസ് ആക്സസ് ചെയ്യും. ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ RFB അല്ലെങ്കിൽ TGB ഇവിടെയും വരെ യൂസ് ചെയ്യുള്ളൂ. ഈ വൈയിലേക്കോ എച്ചിലേക്കോ പോവില്ല. സോ ഇത്രയും ഭാഗം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് യൂസ് ചെയ്യാൻ. ഇത്രയും ഈ ഒരു HJ അല്ലെങ്കിൽ TYHN UJN അതൊക്കെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡിൽ യൂസ് ചെയ്യുന്നത്. ഹാൻഡിൻ്റെ കംഫോർട്ടിന് വേണ്ടിയാണ് 2 ഷിഫ്റ്റും 2 കൺട്രോളും കൊടുത്തിരിക്കുന്നത്. സെയിം ലൈക്ക് നമുക്ക് 2 ഹാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ 2 കൈയും വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേർഡ്സ്. പിന്നെ വരുന്നൊരു ബട്ടണാണ് വിൻഡോസ് ബട്ടൺ. മാക്കിൻടോഷിൻ്റെ കേസിൽ അങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ളിടത്തെല്ലാം കോപ്പൈലറ്റ് ബട്ടൺ ആയിരിക്കും, കോപ്പൈലറ്റിൻ്റെ ചിഹ്നമുള്ളത്. സോ ഈ ബട്ടൺ എന്തിനാണ് ഹെൽപ്ഫുൾ ആവുന്നത്, നമ്മൾ മൊബൈൽസിലൊക്കെ ആപ്സ് എടുക്കൂലേ, അതുപോലെ തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ആപ്സൊക്കെ എല്ലാം എടുക്കാനുള്ളൊരു ബട്ടണാണിത്. സോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സ്ക്രീൻ വരും. എന്നിട്ട് നമുക്ക് ആരോ വെച്ച് ഓരോ ആപ്സിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ ആപ്പ് എടുക്കണമെങ്കിൽ ജസ്റ്റ് എൻ്റർ വെക്കാം. സോ മൗസ് ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു എൻറ്റയർ കീബോർഡിൻ്റെ സെറ്റപ്പ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കീബോർഡ് മാത്രം വെച്ച് യൂസ് ചെയ്യാൻ പഠിക്കുക. ടച്ച് ടൈപ്പിംഗ് പഠിക്കുക. ടച്ച് ടൈപ്പിംഗ് പഠിക്കണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം.